സ്കൂളിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായോഗികമായ പരിഹാരങ്ങളിലേക്കാണ് ഗവൺമെൻറ് മുന്നോട്ട് വരേണ്ടത്. അതിന് പകരം ഇങ്ങനൊരു 15 മിനിറ്റ് ആദ്യത്തിലും അവസാനത്തിലും ദീർഘിപ്പിച്ചതുകൊണ്ടൊന്നും ഇവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. സ്കൂൾ സമയമാറ്റം നിലവിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം SKSSFൻ്റെ വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ ചേരുകയാണ്. ഇതുവരെ ആരും സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. ഇനി ചർച്ചയാകാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. സമസ്ത ഇത് നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടോ, പരാതി പറഞ്ഞിട്ടുണ്ടോ? സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി ആവശ്യപ്പെട്ടു. ആ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് നിവേദനം സമർപ്പിച്ചു. മാത്രമല്ല, പത്രവാർത്തകളിലൂടെ മറ്റൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പുറത്തുവന്നതുമാണ്. വിദ്യാഭ്യാസ മന്ത്രിയോട് നേരിട്ട് ഒരുപക്ഷെ പരാതി പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ മുകളിലുള്ള മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 15 മിനിറ്റ് വ്യത്യാസം, രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും വ്യത്യാസം ഉണ്ടാകുന്നത് എത്രമാത്രമാണ് അത് മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുക? അല്ല, ഇതിന് ബാധിക്കുന്ന പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് മദ്രസ വിദ്യാഭ്യാസം. മദ്രസ വിദ്യാഭ്യാസം മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്നൊരു കാര്യമാണ്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇത് ഹൈസ്കൂളിലെ, അതും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയാണ് ഈ സമയമാറ്റം ബാധിക്കുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും സ്വകാര്യ ട്യൂഷൻ ആശ്രയിക്കുന്നവരാണ്. ഒന്നുകിൽ നേരിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് അവർ പഠിക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ചേരുന്നു. എന്തായാലും രാവിലെയും വൈകുന്നേരവും വലിയൊരു വിഭാഗം കുട്ടികൾ സ്വകാര്യ ട്യൂഷൻ ആശ്രയിക്കുന്നവരാണ്. സ്വകാര്യ ട്യൂഷൻ ആശ്രയിക്കാൻ കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂളുകളിലെ അധ്യാപനത്തിൻ്റെ ഗുണനിലവാര ഇല്ലായ്മയാണ്. അത് പരിഹരിക്കാനുള്ള മാർഗമൊക്കെ സ്വീകരിക്കുന്നതിന് പകരം ഈ ട്യൂഷന് പോകുന്ന കുട്ടികളെ, മദ്രസയിൽ പോകുന്ന കുട്ടികളെ, വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന അധ്യാപകരെ, ഇവരൊക്കെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള ഒരു സമയക്രമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സമയത്തിൻ്റെ കുറവല്ല നമ്മുടെ സ്കൂളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള സമയം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ സംവിധാനങ്ങളില്ല, അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനമില്ല. പാഠ്യപദ്ധതി മറ്റുമൊക്കെ മാറ്റം വരുന്ന സമയത്തും ഒരു നാമമാത്രമായ പരിശീലനത്തിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്കൂൾ പഠനം വേണ്ടത്ര കാര്യക്ഷമമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സ്കൂളിൽ നിന്ന് മാത്രം ഇത് പഠിച്ചതുകൊണ്ട് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ട്യൂഷനെയും മറ്റുമൊക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായോഗികമായ പരിഹാരങ്ങളിലേക്കാണ് ഗവൺമെൻറ് മുന്നോട്ട് വരേണ്ടത്. അതിന് പകരം ഇങ്ങനൊരു 15 മിനിറ്റ് ആദ്യത്തിലും അവസാനത്തിലും ദീർഘിപ്പിച്ചതുകൊണ്ടൊന്നും ഇവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. ഇന്നിപ്പോൾ എന്തായാലും സമയമാറ്റം നിലവിൽ വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് SKSSFൻ്റെയും സംസ്ഥയുടെയും അടുത്ത നീക്കം? അല്ല, സമയമാറ്റത്തിന് അതിലൊരു പുനരാലോചന ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിച്ചു. ഇനി അതിൻ്റെ ഏത് രീതിയിലാണ് സർക്കാർ അതിനോട് സമീപിക്കുന്നതെന്ന് പരിശോധിക്കും. മാത്രമല്ല, നമ്മൾ മാത്രമല്ല, മറ്റു മുസ്ലിം സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി സർക്കാർ ഇതിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നതെന്ന് നോക്കും. അതിനനുസരിച്ച് സംഘടനാ നേതൃത്വം വേണ്ട രീതിയിൽ ആ വിഷയത്തിൽ ഇടപെടും തീർച്ചയായിട്ടും.